MES College of Engineering and Technology കുന്നക്കര APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 9444781611, 8089921675. പറവൂർ നഗരസഭയുടെ സഞ്ചരിക്കുന്ന ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സേവനം ഇല്ലാതായിട്ട് 1 വർഷം. പറവൂർ നഗരസഭയുടെ സഞ്ചരിക്കുന്ന ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനം നിലച്ചിട്ട് 1 വർഷം പൂർത്തിയാകുന്നു. മഴ രൂക്ഷമായതോടെ നഗരത്തിന്റെ വിവിധ മേഖലകളിൽ പനിബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സഞ്ചരിക്കുന്ന ആശുപത്രി പ്രവർത്തിച്ചിരുന്നപ്പോൾ നഗരത്തിന്റെ വിവിധ ഉൾപ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന് തീർത്തും നിർധനരായവരും ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുമായ നിരവധി ആളുകൾക്ക് ചികിത്സ നൽകാൻ കഴിയുമായിരുന്നു. ഒരു പരിധിവരെ നഗരത്തിലെ പനിബാധിതരുടെ എണ്ണം നിയന്ത്രിക്കാൻ മഴക്കാലങ്ങളിൽ ഇതുപോലെ കഴിയുമായിരുന്നു. 5 മാസക്കാലം ഡോക്ടറില്ലാതെ ഫാർമസിസ്റ്റ് ഇല്ലാതെയും പ്രവർത്തിച്ചു. ഇത് നിയമവിരുദ്ധമാണെന്ന് കൗൺസിലിൽ ചൂണ്ടിക്കാണിച്ചതിനാൽ പിന്നീട് പൂർണ്ണമായും പ്രവർത്തനം നിർത്തലാക്കുകയായിരുന്നു. അന്ന് കൗൺസിൽ തീരുമാനിച്ചത് ആരോഗ്യവകുപ്പുമായി അടിയന്തരമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്ന ആശുപത്രിയുടെ പ്രവർത്തനം പുനരാരംഭിക്കാനാണ്. അതിനായി പുതിയ വാഹനം വാങ്ങാൻ വാർഷിക പദ്ധതി തുക വകയിരുത്തിയതുമാണ്. പക്ഷേ നാളെ വരെ അതിനുവേണ്ട തുടർ പ്രവർത്തനങ്ങളൊന്നും ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. അടിയന്തരമായി സഞ്ചരിക്കുന്ന ആശുപത്രി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തന സജ്ജമാക്കണമെന്ന് കൗൺസിലർ ജോബി പഞ്ഞിക്കാരൻ ആവശ്യപ്പെട്ടു. രൂക്ഷമായ മഴക്കാലം വന്നപ്പോൾ നഗരത്തിന്റെ എല്ലാ മേഖലകളിലും പനിബാധിതരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു. നമുക്ക് സഞ്ചരിക്കുന്ന ആശുപത്രി പ്രവർത്തനക്ഷമമായിരുന്നുവെങ്കിൽ പറവൂർ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ ഉൾപ്രദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ആശുപത്രിയിലെ ഡോക്ടറും നഴ്സുമൊക്കെ ചെന്ന് തീർത്തും നിർധനരായവരും ശാരീരികമായ അവശത അനുഭവിക്കുന്നവരുമായ രോഗികളെ കണ്ടെത്തി നിത്യേന അവർക്ക് വേണ്ട മരുന്നുകൾ നൽകി അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാമായിരുന്നു. പക്ഷേ വളരെ കുറേയധികം ആളുകൾ, ഏതാണ്ട് നിത്യേന 300ഓളം രോഗികളെ ഈ സഞ്ചരിക്കുന്ന ആശുപത്രിയിൽ നിന്ന് മരുന്ന് വാങ്ങിയിരുന്നു എന്നുള്ളതാണ് പരിശോധനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കണക്ക്. ന്യൂസ് ബ്യൂറോ, പറവൂർ.